നമസ്കാരം. ഷാരിസ് മുഹമ്മദ് തിരക്കഥ എഴുതി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ദിലീപ്, റാനിയ, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ളെ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്റർ റിലീസായി വന്ന പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. നാട്ടിലൊരു ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ നടത്തുന്ന ഫാഷൻ ഡിസൈനർ കൂടെയായ പ്രിൻസാണ് ഇതിലെ നായക കഥാപാത്രം. അച്ഛനും അമ്മയും അനിയന്മാരും ഒക്കെ ആയിട്ട് കുടുംബം. പ്രിൻസിന്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രിൻസിന്റെ പ്രായവും കുറച്ച് കൂടുതലാണ്. പിന്നെ പ്രിൻസിന്റെ സ്ഥാപനത്തിലെ ജോലിക്കാർ, സുഹൃത്തുക്കൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. കോമഡികൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടക്കത്തിൽ തന്നെ സിനിമയിലുണ്ട്. ചിലയിടങ്ങളിൽ ചെറിയ ചിരി സമ്മാനിക്കുന്നുമുണ്ട്. അങ്ങനെ സിനിമയുടെ പ്രധാന സംഭവങ്ങളിൽ എത്തുമ്പോഴേക്കും ആനുകാലിക പ്രശ്നങ്ങളും ഉപദേശങ്ങളും എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇതിന്റെ സർഫസിൽ ടച്ച് ചെയ്ത് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് വിഷയത്തെ കൃത്യമായി അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുമില്ല. ദിലീപാണ് കേന്ദ്ര കഥാപാത്രമായ പ്രിൻസ് ആയിരുന്നത്. തുടക്കത്തിൽ ഈ കഥാപാത്രത്തിന്റെ സാഹചര്യങ്ങളും അതിലൂടെ കോമഡി കൊണ്ടുവരാനുള്ള പരിപാടികളൊക്കെയാണ്. അതിലൊരു പരിധിവരെ ദിലീപ് വിജയിക്കുന്നുമുണ്ട്. ഒരു പരിധിവരെ എന്ന് പറയാൻ കാരണം വിൻറ്റേജ് ദിലീപ് എന്നതിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പലയിടത്തും ഫോഴ്സ്ഫുള്ളായി കാണാൻ സാധിക്കും. അങ്ങനെ കോമഡി ജനറേറ്റ് ചെയ്യാനുള്ള സംവിധായകന്റെ പരിപാടികളും അതിലേക്ക് ദിലീപ് എത്താനുള്ള ശ്രമങ്ങളും കാണാമെങ്കിലും കോമഡിക്കായി കൊണ്ടുവന്ന പല സാഹചര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആയി പോയി എന്നതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നായിക കഥാപാത്രത്തിന്റെ പേര് പലയിടങ്ങളിലായി സെർച്ച് ചെയ്തുവെങ്കിലും അറിയാൻ കുറച്ച് പാടായിരുന്നു. റാനിയ എന്നാണ് പേരെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഒരു ന്യൂജൻ പ്രതിനിധി എന്ന നിലയിൽ കൂടെയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. കൊള്ളാമായിരുന്നു. ഡബ്ബിംഗ് ചെയ്തത് വിൻസി അലോഷ്യസ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. നല്ല ഡബ്ബിംഗ് കൂടെയായിരുന്നു. മഞ്ജു പിള്ളയാണ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത്. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകടനവും ഇവരുടേതായിരുന്നു. സഫിയ എന്ന കഥാപാത്രത്തിന്റെയും അവരുടെ ഭർത്താവിന്റെയും ആ ഒരു ട്രാക്കും സോളിഡായി തന്നെ അനുഭവപ്പെട്ടു. ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി എന്നിവരെയൊക്കെ കോമഡിക്കായി തന്നെ കൊണ്ടുവന്നതാണ് സിനിമയിൽ. ചിലയിടങ്ങളിൽ ചെറിയ ചിരികൾ സമ്മാനിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നും തോന്നിയില്ല. ജോണി ആന്റണിയുടെ കേസിൽ ഈ പ്രകടനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന അവസ്ഥ കൂടിയായിരുന്നു ഈ സിനിമയിൽ. ക്യൂൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ സിനിമകളിലൂടെയൊക്കെ നമുക്ക് പരിചിതനായ വ്യക്തിയാണ് തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദ്. ഈ സിനിമകളിലൊക്കെ കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിനിമയുടെ വിജയപരാജയങ്ങൾ എന്നതിലല്ല, ചർച്ച ചെയ്തതും ചെയ്യാൻ ശ്രമിച്ചതുമായ വിഷയങ്ങൾ. പ്രിൻസ് ആൻഡ് ഫാമിലി എത്തുമ്പോൾ പ്രിൻസിന്റെ ഒരു പ്രായം, വിവാഹം എന്നതിലൊക്കെയായി ലൈറ്റായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും അടുത്ത ഘട്ടം എത്തുമ്പോൾ മൊത്തത്തിൽ സിനിമയുടെ ഗിയർ തന്നെ മാറ്റുന്നുണ്ട്. അവിടെ ഇന്നത്തെ കാലത്ത് റെലവൻ്റ് ആയ ഒരു വിഷയം തന്നെയാണ് പരിഗണിക്കുന്നതും ആ വിഷയത്തെ വളരെ സർഫസിൽ മാത്രമാണ് പരിഗണിക്കാൻ സാധിച്ചതും. എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ്. ഒരു വിഷയത്തെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് എന്നത് എങ്ങനെയാണ് എന്നതിൽ ഒരു റിസർച്ച് പോലും ഇല്ലാതെ ഇതാണ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ അനുഭവപ്പെട്ടതും. കോമഡിക്കായി കൊണ്ടുവരുന്ന പ്രയോഗങ്ങൾ എന്നതും ഔട്ട്ഡേറ്റഡ് ആണെന്ന് കൂടെ പറയേണ്ടി വരും. രണ്ട് ജനറേഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുന്നു, പിന്നെ പുതിയ ജനറേഷനെ ഉപദേശിക്കുന്നു എന്ന രീതിയിലൊക്കെ സിനിമ മെസ്സേജ് കൂടെ നൽകുന്നുണ്ട്. കോമഡി കൈകാര്യം ചെയ്യുമ്പോൾ ഒരു 10-15 വർഷങ്ങൾക്കും മുന്നേ മലയാള സിനിമയിൽ കണ്ട രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഏറെയും ഈ സിനിമയിൽ കൊണ്ടുവരുന്നത്. ദിലീപിനെ ആ രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള ഫോഴ്സ്ഡ് ആയ ശ്രമങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാം. കോമഡി ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എന്നത് ഏറെയും അതുകൊണ്ട് തന്നെ ഔട്ട്ഡേറ്റഡ് ആയാണ് തോന്നിയത്. തുടർന്ന് സിനിമ പുതിയ കാലത്തേക്ക് ഒറ്റയടിക്ക് കയറുമ്പോൾ അവിടെ പറയുന്ന വിഷയത്തിൽ കാര്യമായി എന്തെങ്കിലും ഉണ്ടാകും എന്ന് കരുതിയെങ്കിലും പുതിയ കാലത്തേക്ക് വന്ന് ചില വിഷയങ്ങൾ പറഞ്ഞ് പക്ഷേ കൺക്ലൂഷൻ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പഴയ കാലത്തിനും പിറകിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഉപദേശം അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ നൽകിയാൽ ഒരു സിനിമ നല്ല സിനിമയാകുമെന്ന ചില ധാരണകളെ കൂടെ സിനിമ പിന്തുടരുന്നുണ്ട്. അവസാനം ഇതാണ് സിനിമ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ ഒരു കഥാപാത്രത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുമുണ്ട്. ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന രീതിയിലാണ് പുതിയ കാലത്തെ മിക്ക സംഭവങ്ങളെയും സിനിമ പരിഗണിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് മലയാളികളെ തിയേറ്ററിലേക്ക് കൂട്ടമായി തന്നെ വരുത്തിച്ച സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ്. ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ ദിലീപിനെ സ്ക്രീനിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ കൊണ്ടുവന്ന് നല്ല സിനിമകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും കൊള്ളാം. പക്ഷേ അങ്ങനെ കൊണ്ടുവരാനുള്ള കഥകൾ എന്നതും ഇംപ്രസീവ് ആവുന്നില്ല എന്നതിന്റെ ഉദാഹരണം കൂടെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലൂടെ ഷാരിസ് മുഹമ്മദും ബിൻഡോ സ്റ്റീഫനും സോഷ്യൽ മീഡിയയും അതിലെ മാധ്യമ പ്രവർത്തനത്തെയും ഒക്കെ കുറിച്ച് പറയാൻ ശ്രമിച്ച ഐഡിയയെ പരിഗണിക്കുന്നു. പക്ഷെ അത് സർഫസിൽ മാത്രം ഒതുങ്ങിപ്പോയി. എന്നെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിയ അനുഭവമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.